നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ അത് KSRTC ഓർഡിനറി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. പ്രിയദർശിനി 8:30 കൂടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇന്ന് സ്ത്രീകളുടെ ദിവസമാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ യാത്ര അത് നയിക്കുന്നതും സ്ത്രീകൾ തന്നെയാണെന്നുള്ളതാണ്. ഡ്രൈവറും സ്ത്രീയാണ്, കണ്ടക്ടറും സ്ത്രീയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും സ്ത്രീകൾക്ക് ആഘോഷിക്കാവുന്ന സ്ത്രീകളുടെ ഒരു ദിവസമായി മാറുകയാണിന്ന്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. ആദ്യം തന്നെ നോക്കാം പ്രധാന തലക്കെട്ടുകൾ. KSRTC ഓർഡിനറി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഇന്നു മുതൽ. പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം രാവിലെ 8:30 തിരുവനന്തപുരത്ത്. തമ്പാനൂർ സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് മുഖ്യമന്ത്രിയും ജനപ്രതിനിധികളും ദർബാർ ഹാൾ വരെ യാത്ര ചെയ്യും. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര 9 മണി മുതൽ. പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷം. എല്ലാ KSRTC ബസ്സിലും സൗജന്യ യാത്ര വാഗ്ദാനം പാലിക്കണമെന്ന ആവശ്യം. ശക്തമായ പ്രതിഷേധത്തിന് BJP. സെക്രട്ടേറിയറ്റിനു മുന്നിൽ ബസ് തടയാൻ മെൻസ് അസോസിയേഷൻ. മാസപ്പടി കേസിൽ പ്രതികളെ ED ഇന്ന് മുതൽ ചോദ്യം ചെയ്യും. CMRL MD ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്ത ഇന്ന് ഹാജരാകും. പിണറായി വിജയന്റെ മകൾ വീണ ടി ഹാജരാകേണ്ടത് ബുധനാഴ്ച. സ്വർണ്ണക്കൊള്ള കേസ് പ്രതിയായ CPM നേതാവ് A. പത്മകുമാറിനെതിരായ പാർട്ടി നടപടി ഇന്ന്. നടപടി തീരുമാനിക്കാൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. നടപടിക്ക് പിന്നാലെ പത്മകുമാറിന്റെ നീക്കം എന്തെന്നത് നിർണായകം. കോഴിക്കോട് നിപ രോഗിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. ജാഗ്രതയിൽ അയവില്ല. പ്രതിരോധ മരുന്ന് നൽകി തുടങ്ങി. രോഗിയുമായി സമ്പർക്കം പുലർത്തിയ എല്ലാവരുടെയും ഫലം നെഗറ്റീവ്. മലപ്പുറം വണ്ടൂർ കാപ്പിലിൽ 2 BJP പ്രവർത്തകർക്ക് വെട്ടേറ്റു. വെട്ടേറ്റത് കയ്യിൽ, പിന്നിൽ CPM എന്ന് ആരോപണം. ഒടുവിൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ച ട്രംപ്. വെള്ളിയാഴ്ച ജനീവയിൽ വെച്ച് കരാർ ഒപ്പിടും. സ്ഥിരീകരിച്ച് ഇറാൻ. ഇറാനെതിരായ നാവിക ഉപരോധം അമേരിക്ക പിൻവലിക്കും. ഹോർമുസ് തുറക്കാനും തീരുമാനം. ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മൻ ഗോൾ മഴ. ക്യൂറസോവയെ 7-1 തകർത്തു. നെതർലൻഡ്സിനെ സമനിലയിൽ തളച്ച് ജപ്പാൻ. വാർത്തകളിലേക്ക് വിശദമായി പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെയാണ്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളുടെ ദിവസമാണിന്ന്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും അടക്കം KSRTC ബസ്സിൽ ഇനി മുതൽ സൗജന്യ യാത്രയായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് 8:30 കൂടിയാണ് മുഖ്യമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്യുക. തിരുവനന്തപുരത്ത് 9 മണിയോടുകൂടി ഈ സർവീസ് എല്ലാവർക്കും ലഭ്യമാകും. 9 മണി തൊട്ട് സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ചെയ്യാമെന്നുള്ളതാണ്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമാണ് KSRTC ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ പ്രിയദർശിനി എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് 8:30 നിർവഹിക്കും. രാവിലെ തമ്പാനൂർ സെൻട്രൽ ഡിപ്പോയിൽ നിന്നാകും മുഖ്യമന്ത്രിയും ജനപ്രതിനിധികളും ഇത് ഉദ്ഘാടനം നടത്തുക. പിന്നീട് ദർബാർ ഹാൾ വരെ അവർ യാത്ര ചെയ്യുകയും ചെയ്യും. 0 വാല്യുള്ള പ്രിയദർശിനി ടിക്കറ്റ് എടുത്തു വേണം സ്ത്രീകൾ യാത്ര ചെയ്യേണ്ടത്. സംസ്ഥാനത്താകെ 3125 ഓർഡിനറി ബസ്സാണുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ MLA മാർ പങ്കെടുക്കില്ല. KSRTCയുടെ എല്ലാ ബസ്സിലും സൗജന്യ യാത്ര എന്ന വാഗ്ദാനം പാലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. സ്ത്രീകൾക്ക് മാത്രമുള്ള സൗജന്യ യാത്രയിൽ പ്രതിഷേധിച്ച് മെൻസ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിനു മുന്നിൽ ബസ് തടയും. വാഗ്ദാന ലംഘനം ആരോപിച്ച് ശക്തമായ പ്രതിഷേധത്തിനാണ് BJP തീരുമാനം. VV അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. VV അരുൺ, ഇന്ന് സ്ത്രീകളുടെ ഒരു ദിവസമായി മാറുകയാണ് പ്രിയദർശിനി പദ്ധതി. 8:30 കൂടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. ഇനി മുതൽ സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാമല്ലേ? തീർച്ചയായിട്ടും ഒരുപക്ഷെ സമീപകാലത്ത് സംസ്ഥാനത്തുണ്ട് ഏറ്റവും സ്ത്രീപക്ഷമായ ഒരു പ്രഖ്യാപനം, ഒരു പദ്ധതിയുടെ തുടക്കമാണ് ഇന്ന് ഉണ്ടാകാൻ പോകുന്നത്. 8:30 കൂടി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ ഉള്ളത്
കിഴക്കേക്കോട്ട തമ്പാനൂർ KSRTC ഡിപ്പോയിലാണ്. ഈ വാഹനത്തിലാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ യാത്ര ചെയ്യുക. ഈ ബസ്സിലാണ് പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന് രേഖപ്പെടുത്തിയ ഈ ബസ്സിലാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ യാത്ര ചെയ്യുക. അതിന്റെ ക്രമീകരണങ്ങൾ അന്തിമ ഘട്ടത്തിലാണ്. മുഖ്യമന്ത്രിക്കും മറ്റും യാത്ര ചെയ്യാനുള്ള സീറ്റുകൾ മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഈ ബസിന്റെ ഒന്നാം നിരയിൽ, ഇടതുവശത്ത് ഒന്നാം നിരയിൽ മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ഇരിക്കും. ആ രീതിയിൽ വാഹനങ്ങൾ ക്രമീകരിച്ച് ഇട്ടിട്ടുണ്ട്. അതിന് പുറകിൽ ഗതാഗത സെക്രട്ടറിയും പിന്നാക്ക വകുപ്പ് മന്ത്രിയും യാത്ര ചെയ്യും. MLA മാർക്ക് വേണ്ടി പ്രത്യേക സീറ്റും ഇവിടെയുണ്ട്. ഈ ഗതാഗത സെക്രട്ടറിയും പിന്നാക്ഷേമ മന്ത്രിയും ഇരിക്കുന്ന സീറ്റുകൾക്ക് പുറകിൽ ഓരോ MLA മാർക്കായി നെയ്യാറ്റിൻകര, കോവളം ഉൾപ്പെടെയുള്ള MLA മാർ, ചീഫ് സെക്രട്ടറിക്ക് പ്രത്യേക ഇരിപ്പിടമുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള VVIPകൾക്ക് യാത്ര ചെയ്യാൻ ഇവിടെ നിന്ന് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാൾ വരെയാകും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ യാത്ര ചെയ്യുക. ബസിന്റെ മുൻവശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ മുൻവശത്ത് ഈ രീതിയിൽ ഇവിടെ ഇത്തരത്തിൽ അലങ്കരിച്ചിട്ട ബസ്സാണ്. ഇവിടെ ഈ രീതിയിൽ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന് മാർക്ക് ചെയ്ത ഈ ബസ്സിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും 8:30 തമ്പാനൂരിൽ നിന്ന് യാത്ര തുടങ്ങുന്നത്. മെഡിക്കൽ കോളേജ്, കാര്യവട്ടം, കഴക്കൂട്ടം, ചാന്നാങ്കര, കഠിനംകുളം വഴി പെരുമാതുറയിലേക്കുള്ള ബസ്സാണ്. സ്ഥിരം ഒരു ബസ് റൂട്ടാണ്. ഈ ബസ് റൂട്ടിലാണ് മുഖ്യമന്ത്രി മന്ത്രിമാരും യാത്ര ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി, UDFന്റെ ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര എന്നുള്ളത്. അത് പൂർണ്ണമായും എല്ലാ ബസ്സുകളിലും യാത്ര എന്ന ആ പ്രഖ്യാപനം നടപ്പായില്ലെങ്കിൽ പോലും സ്ത്രീകൾക്ക് ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടികളിലൊന്നായ സൗജന്യ യാത്ര ജൂൺ 15 ആരംഭിക്കും. പിന്നീട് അതിനുവേണ്ടിയുള്ള മാനദണ്ഡങ്ങൾ ഏതൊക്കെ ബസ്സുകളിൽ വേണമെന്ന കാര്യത്തിലൊക്കെ തീരുമാനിക്കാനുള്ള കാത്തിരിപ്പായിരുന്നു. പിന്നീട് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ അതിനും അംഗീകാരം നൽകി. ഓർഡിനറി ബസ്സുകളിൽ, സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന ഓർഡിനറി ബസ്സുകളിൽ ആദ്യഘട്ടത്തിൽ ഈ സൗജന്യ യാത്ര സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമുള്ള സൗജന്യ യാത്ര പ്രഖ്യാപിക്കുകയായിരുന്നു സർക്കാർ. ആ യാത്രയാണ് ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. ഈ പെരുമാതുറ ബസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്തുകൊണ്ട് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഇവിടെ നിന്ന് ദർബാർ ഹാൾ, സെക്രട്ടേറിയറ്റ് ദർബാർ ഹാൾ വരെയാകും മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്യുക. അതിനുശേഷം മറ്റെല്ലാ ഡിപ്പോകളിലും ഇത്തരത്തിൽ ഉദ്ഘാടന ചടങ്ങുകൾ ഉണ്ടാകും. MLA മാരും മന്ത്രിമാരും വിവിധ സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്താകെ 3125 ബസ്സുകളാണ്, ഓർഡിനറി ബസ്സുകളാണ് ഉള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ ബസ്സുകളിലാണ് യാത്ര ഉണ്ടാവുക. തിരുവനന്തപുരത്ത് 687 ബസ്സുകൾ ഉൾപ്പെടെ മലബാർ മേഖലയാണ് ബസ്സുകൾ താരതമ്യേന കുറവുള്ളത്, ഓർഡിനറി ബസ്സുകളുടെ എണ്ണ കുറവുള്ളത്. അത് വലിയ വിവാദമൊക്കെ ആയിക്കഴിഞ്ഞു. അതിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഏതായാലും സൗജന്യ യാത്ര 8:30 ആരംഭിക്കും. ആ പദ്ധതി ഉദ്ഘാടനം 8:30 ആരംഭിക്കും. അതിനുശേഷം എല്ലാ ഡിപ്പോകളിലും ആ ബസ്സുകളുടെ സർവീസ് തുടങ്ങും. ബസ്സിൽ കയറുന്ന സ്ത്രീകൾക്ക് സീറോ വാല്യൂള്ള ടിക്കറ്റ്, എല്ലാവരും നിർബന്ധമായും ടിക്കറ്റ് എടുത്തിരിക്കണം. സീറോ വാല്യൂള്ള ടിക്കറ്റ്, ആ ടിക്കറ്റുമായി മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ. സാധാരണ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ലഭിക്കുന്നത് പോലുള്ള ഇലക്ട്രോണിക് വെൻഡിംഗ് മെഷീനിൽ നിന്ന് ടിക്കറ്റുകൾ, സീറോ രേഖപ്പെടുത്തിയ ടിക്കറ്റുകൾ കൈമാറും. ആ ബസ്സിൽ ആ ടിക്കറ്റുമായി വേണം സ്ത്രീകൾ യാത്ര ചെയ്യേണ്ടത്. സ്ത്രീകൾക്കും ആൺകുട്ടികൾക്ക് 5 വയസ്സിന് മുകളിൽ ആൺകുട്ടികൾക്ക് സ്വാഭാവികമായും സാധാരണ പോലെ ഹാഫ് ടിക്കറ്റൊക്കെ എടുക്കേണ്ടി വരും. പക്ഷെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും പൂർണ്ണ സൗജന്യമാണ്. ഇപ്പോൾ ബസ്സിന്റെ ഒരുക്കം അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ ബസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്യേണ്ട ബസ് അതിന്റെ അന്തിമ മിനുക്കുപണികളിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനൊക്കെ ഇത് തമ്പാനൂർ ഡിപ്പോയ്ക്ക് മുന്നിലേക്ക്, KSRTC ബസ് സ്റ്റാൻഡിന്റെ മുന്നിലേക്ക് ഈ ബസ് മാറ്റി പാർക്ക് ചെയ്യും. 8:30 തന്നെ മുഖ്യമന്ത്രി എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ഉദ്ഘാടന സെഷനൊക്കെ വച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തണം. ആ ഉദ്ഘാടനത്തിന് ശേഷം ഇപ്പോൾ ഈ ബസിന്റെ ഉള്ളിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ സീറ്റ് മുൻവശത്ത് കാണാം. അതിന്റെ പിൻവശത്ത് ഗതാഗത സെക്രട്ടറിയും പിന്നാക്ഷേമ മന്ത്രിയും മറ്റ് MLA മാരും ചീഫ് സെക്രട്ടറിക്കുമൊക്കെ പ്രത്യേക സീറ്റുകളുണ്ട്. ബസിന്റെ ഉൾവശമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയുടെ ബസ്സാണിത്. ഈ ബസ്സിൽ 8:30 മുഖ്യമന്ത്രി VD സതീശനും ഗതാഗത മന്ത്രി CP ജോണും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരും MLA മാർ, ജനപ്രതിനിധികളുമൊക്കെ ഇതിൽ യാത്ര ചെയ്യും. പ്രതിപക്ഷ MLA
എംഎൽഎമാർ ഈ ഉദ്ഘാടന ചടങ്ങുകളുടെ ഭാഗമാകുന്നില്ല. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത് പ്രതിപക്ഷം ഇതിനോട് നിസ്സഹകരിക്കുമെന്ന് പറയുമ്പോൾ പദ്ധതി എതിർക്കുകയല്ല. സ്വാഭാവികമായും യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന് പറയുന്നത് മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര എന്നുള്ളതായിരുന്നു. പക്ഷേ അത് പാലിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അത് പാലിക്കണം. അതുകൊണ്ട് ഇടത് എംഎൽഎമാർ ജനപ്രതിനിധികൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ല. പക്ഷേ പദ്ധതിക്കോ അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഈ തീരുമാനത്തിനോ തങ്ങൾ എതിരല്ല എന്ന നിലപാട് കൂടി ഇന്നലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും പ്രതിഷേധങ്ങളുണ്ട്. പ്രതിപക്ഷം മാത്രമല്ല, ഇപ്പോൾ മെൻസ് അസോസിയേഷൻ കൂടി പ്രതിഷേധം അറിയിച്ച് രംഗത്തെത്തുകയാണ്. അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബസ് തടയാനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നു. അവർ തടയൽ പോലുള്ള പരിപാടികളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ബിജെപി കുറച്ചുകൂടി ശക്തമായ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കും. വാഗ്ദാന ലംഘനമാണ് സർക്കാർ നടത്തിയത്, യുഡിഎഫ് നടത്തിയതെന്ന ആരോപണമാണ് ബിജെപി ഉന്നയിക്കുന്നത്. സ്ത്രീകളുടെ വോട്ട് നേടിയത് പൂർണ്ണമായും സൗജന്യ യാത്ര. ഇത് മറ്റൊരു ബസ്സാണ്. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോകാൻ കരുതുന്നു. പ്രിയദർശിനി സൗജന്യ യാത്രയുടെ മറ്റൊരു ബസ്സാണ്. ഇവിടെ നിന്നുള്ള ഒരു ബസ് കൂടി ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. ഈ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ ഉടൻ ഈ ബസ്സുകൾ യാത്ര തുടങ്ങും. ഏതായാലും ഇത്തരത്തിൽ പ്രതിപക്ഷം വിട്ടുനിൽക്കുന്നു. ബിജെപി വലിയ പ്രതിഷേധ പരിപാടികൾ, പ്രതിഷേധ മാർച്ചൊക്കെ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ജനങ്ങളെ വഞ്ചിച്ചു, സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് വോട്ട് നേടി, സ്ത്രീകളുടെ വോട്ട് നേടി അധികാരത്തിൽ സർക്കാർ ഇപ്പോൾ ചില ബസ്സുകളിൽ മാത്രമായി, ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ഈ വാഗ്ദാനം ചുരുക്കുകയാണ്. അതും മലബാർ പോലുള്ള മേഖലകളിൽ ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. നമുക്ക് മലബാറിലെ കണക്ക് ഒന്ന് പരിശോധിച്ചു പോയാൽ തെക്കൻ കേരളത്തിലൊക്കെ ഉള്ളതുപോലുള്ള ബസ്സുകളുടെ എണ്ണം മലബാറില്ല. കണ്ണൂരിൽ 205 സർവീസ് ഉണ്ട്. മലബാർ മേഖലയിൽ കൂടുതൽ സർവീസുള്ള ജില്ല കണ്ണൂരാണ്. കാസർഗോഡ് 128 സർവീസ് മാത്രമാണ്. വയനാട് അത് 172 മലപ്പുറത്ത് 98 ബസ്സുകൾ മാത്രമേ ഉള്ളൂ. യുഡിഎഫിന് വലിയ ഭൂരിപക്ഷം ലഭിച്ച വലിയ രാഷ്ട്രീയ മുൻതൂക്കമുള്ള ജില്ലയാണ്. പക്ഷേ അവിടെ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. അതൊരു രാഷ്ട്രീയ വിവാദമായി ഇതിനകം മാറിക്കഴിഞ്ഞു. പാലക്കാടും 122 ബസ്സുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് വരും ദിവസങ്ങളിൽ പരിഹരിക്കും. അടുത്ത ഘട്ടത്തിൽ കൂടുതൽ ബസ്സുകൾ, ഓർഡിനറി ബസ്സുകൾ അനുവദിക്കും. ഓർഡിനറി ബസ്സുകൾക്ക് അപ്പുറത്തേക്ക് KSRTC സ്വയം പര്യാപ്തമാകണം. അതിനുശേഷം കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തും. ഓർഡിനറി അപ്പുറത്തേക്കുള്ള ബസ്സുകൾ കൂടി ഈ സൗജന്യ യാത്ര അനുവദിക്കുമെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഏതായാലും മെൻസ് അസോസിയേഷൻ ഒരു വ്യത്യസ്ത പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ്. സ്ത്രീകളുടെ ഈ സ്ത്രീകൾക്ക് നൽകുന്ന സൗജന്യത്തിന് തങ്ങൾ എതിരല്ല. പക്ഷേ ഇത് പുരുഷന്മാർക്കും സൗജന്യം വേണം. അതാണ് മെൻസ് അസോസിയേഷന്റെ ആവശ്യം. അവർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയാണ് തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചത്. ഇന്ന് 11 മണിയോട് സെക്രട്ടേറിയറ്റ് മുന്നിൽ സൗജന്യ യാത്ര നടത്തുന്ന പ്രിയദർശിനി ബസ് തടയുമെന്നാണ് അവരുടെ പ്രഖ്യാപനം. അത് സ്ത്രീകൾക്ക് നൽകുന്ന ഈ സൗജന്യത്തിന് എതിരെയുള്ള നിലപാടല്ല, പകരം പുരുഷന്മാർക്ക് കൂടി സൗജന്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മെൻസ് അസോസിയേഷൻ അത്തരമൊരു പ്രതിഷേധ പരിപാടിയിലേക്ക് പോകുന്നത്. ശരി, വി അരുൺ, മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ആദ്യത്തെ യാത്ര നിയന്ത്രിക്കുന്നതും സ്ത്രീകളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ അവരവിടെ എത്തിയിട്ടുണ്ട്. അവരോട് സംസാരിക്കാൻ സാധിച്ചിരുന്നോ? ആദ്യ യാത്ര നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സഞ്ചരിക്കുന്ന ഈ വാഹനം ഓടിക്കുന്നതും ഒരു സ്ത്രീയാണ്. KSRTCയുടെ ആദ്യ വനിതാ കണ്ടക്ടറാണ്. അവർ പെരുമ്പാവൂർ ഡിപ്പോയിലെ വനിതാ ഡ്രൈവറാണ്. പെരുമ്പാവൂർ ഡിപ്പോയിലെ ഡ്രൈവറാണ്. അവരാണ് ഷീല. അവരാണ് ഈ യാത്ര ആദ്യമായി പ്രിയദർശിനി യാത്ര വാഹനം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സഞ്ചരിക്കുന്ന ബസ് ഓടിക്കുന്നത്. സ്വാഭാവികമായും അവർ അല്പസമയത്തേക്ക് ഇവിടേക്ക് എത്തും. അവർ KSRTCയുടെ ആദ്യ വനിതാ ഡ്രൈവർ കൂടിയാണ്. അങ്ങനെ ഒരു അവസരം കൂടി അവർക്ക് ലഭിക്കുകയാണ്. സ്വാഭാവികം സ്ത്രീകൾക്ക് ഏറ്റവും പ്രതീക്ഷയോടുകൂടി കേരളത്തിലെ സ്ത്രീകൾ കാണുന്ന ഒരു പദ്ധതി. സൗജന്യം, പല കാര്യങ്ങളിലും സൗജന്യമുണ്ടെങ്കിൽ പോലും യാത്രാ സൗജന്യം, അത് സാധാരണക്കാരായ നിരവധി ആളുകൾക്ക് ആശ്രയമാകാൻ പോകുന്ന ഒരു പദ്ധതിയാണ്. ജോലിക്ക് പോകുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർക്കുണ്ട്. പലർക്കും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പോലും ഈ സൗജന്യമായി യാത്ര ചെയ്യാം. അത് ഓർഡിനറി ബസ്സുകൾ മാത്രമേ പരിമിതപ്പെടുന്നു എന്നത് ഒരു ന്യൂനതയാണ്. പക്ഷേ അതെങ്കിലും ഉണ്ടാകുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പലപ്പോഴും വാഗ്ദാനങ്ങൾ മാത്രം ഒതുങ്ങുന്ന ഒരു കാലം സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് മുതൽ 2 പിണറായി സർക്കാരുകളും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയുന്ന വാഗ്ദാനങ്ങൾ ഏതൊക്കെ നടപ്പാക്കിയെന്ന് എണ്ണി പിന്നീട് ജനങ്ങളെ അറിയിച്ചിരുന്നു. അതേ മാതൃകയിലേക്ക് ഇപ്പോൾ UDF സർക്കാരും വരികയാണ്. അവരുടെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അവർ ഈ പ്രധാനപ്പെട്ട ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഒന്ന് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതിന്റെ പ്രഖ്യാപനം, ആ തീരുമാനം എടുത്തിരുന്നു VD സതീശൻ സർക്കാർ. അതാണിന്ന് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ആ സൗജന്യ യാത്രയാണ് അല്പസമയത്തിനകം ഇവിടെ നിന്ന് ആരംഭിക്കാൻ പോകുന്നത്.
ശരി, വി വി അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇന്ന് 8:30 കൂടി മുഖ്യമന്ത്രി പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയാണ്. എന്നാൽ പ്രതിപക്ഷം ഇത് ബഹിഷ്കരിക്കുകയാണ്. ഒപ്പം തന്നെ മെൻസ് അസോസിയേഷൻ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. മറ്റു വാർത്തകൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് നോക്കാം. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, പശ്ചിമേഷ്യൻ സമാധാനത്തിന് ചരിത്രപരമായ കരാറുമായി അമേരിക്കയും ഇറാനും. കരാർ നിലവിൽ വന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഔദ്യോഗിക ഒപ്പുവയ്ക്കൽ വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിൽ നടക്കും. ഉടൻ ഹോർമുസ് തുറക്കുമെന്നാണ് ട്രംപിന്റെ മറ്റൊരു പ്രഖ്യാപനം. അതിനിടെ ബെയ്റൂട്ടിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിനെതിരെ ട്രംപ് രംഗത്തെത്തുകയും ചെയ്തു. വി വിനോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, ഒടുവിൽ സമാധാനം എത്തിയിരിക്കുന്നു. പശ്ചിമേഷ്യൻ സമാധാനത്തിന് ചരിത്രപരമായ കരാറുമായി ഇപ്പോഴിത് അമേരിക്കയും ഇറാനും രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അനുശ്രീ, വെള്ളിയാഴ്ചയായിരിക്കും ഈ കരാർ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരിക. സ്വിറ്റ്സർലൻഡിൽ വെച്ചായിരിക്കും കരാർ ഒപ്പിടുന്നത്. പക്ഷേ കരാറിൻ്റെ കരട് ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു. ഇതിൻ്റെ പ്രഖ്യാപനമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. വളരെ സുപ്രധാനമായ ഒരു ചുവടുവയ്പ് തന്നെയാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം കൈവരുക എന്നത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഇസ്രായേൽ അമേരിക്ക സഖ്യം, അതോടൊപ്പം തന്നെ ഇറാൻ ഒരു വശത്ത്, ഗൾഫിലെ രാജ്യങ്ങൾ നേരിട്ട പ്രതിസന്ധി, ഇതിനപ്പുറത്തേക്ക് മറ്റു രാജ്യങ്ങൾക്ക് കൂടി വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന തരത്തിലായിരുന്നു യുദ്ധത്തിൻ്റെ ദിനങ്ങൾ. അതിനാണ് പര്യവസാനമാകുന്നത്. മാത്രമല്ല, ഹോർമുസ് തുറക്കുമെന്ന ഒരു പ്രഖ്യാപനം കൂടി ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്. ലോകത്തിലെ കപ്പലുകളെ നിങ്ങളുടെ എഞ്ചിനുകൾ ഓൺ ചെയ്തോളൂ, സ്റ്റാർട്ടാക്കിക്കോളൂ, എണ്ണ ഒഴുകട്ടെ, അങ്ങനെ ഒരു കുറിപ്പാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നേരത്തെ നേരിട്ടിരുന്ന പ്രതിസന്ധിയുണ്ട്, ഊർജ്ജ പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ഓയിലുമായി ബന്ധപ്പെട്ട് നിന്ന പ്രതിസന്ധിയുണ്ട്. അതിനൊക്കെ തന്നെ പരിഹാരമാകുന്ന തരത്തിലേക്ക് ഒരു കരാറിലേക്ക് എത്താൻ ഈ രാജ്യങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. അവിടെയും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ബെയ്റൂട്ടിലേക്ക് വീണ്ടും ആക്രമണമുണ്ടായി എന്നതാണ്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഇതിനെ എതിർക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായി കാണണം. ഇസ്രായേലിന് വേണ്ടിയാണ് അമേരിക്ക ഈ യുദ്ധത്തിന് ചാടിപ്പുറപ്പെട്ടത്. എന്നാൽ ഇങ്ങനെ ഒരു സമാധാന കരാറിലേക്ക് പോകുമ്പോൾ, അങ്ങനെ ഒരു ഉടമ്പടിയിലേക്ക് പോകുമ്പോൾ, കാര്യങ്ങൾ ശുഭകരമായി പര്യവസാനിക്കുമ്പോൾ ഇസ്രായേൽ വീണ്ടും അവരുടെ ഈ ആക്രമണ സ്വഭാവം കാണിക്കുന്നു. ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണം അവർ നടത്തുന്നു. അത് പാടില്ല. എല്ലാവരും ഒരുമിച്ച് സമാധാനത്തിന് വേണ്ടി പ്രയത്നിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. ഇസ്രായേലിന് സ്വയം സുരക്ഷ ഒരുക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഈ ആക്രമണം അത് കടന്നുപോയി എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. അതായത് ഇസ്രായേലും അമേരിക്കയുമായി ചില ഉരസലുകൾ ഉണ്ടാകുന്നു എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ നോക്കിക്കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ട്രംപിൻ്റെ 80ാമത്തെ പിറന്നാളാണ്. വൈറ്റ് ഹൗസ് ഇന്നിപ്പോൾ വലിയ ആഘോഷത്തിലാണ്. ഇങ്ങനെ ഒരു സമാധാന കരാറിലേക്ക് പോകാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ജന്മദിനം അതിന് സവിശേഷമായ ഒരു സ്വഭാവം കൂടി അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. കാരണം നേരത്തെയൊക്കെ തന്നെ പല യുദ്ധങ്ങൾ അവസാനിപ്പിച്ചത് താനാണെന്ന് ട്രംപ് അവകാശപ്പെടുകയും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം തനിക്ക് ലഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ഒരു ലോക നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു കരാർ പ്രാബല്യമാകുമ്പോൾ അതിന് മറ്റൊരു മാനം കൂടി കൊണ്ടുവരാൻ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ട്. ഏതായിരുന്നാലും വെള്ളിയാഴ്ചയായിരിക്കും ഈ കരാർ യാഥാർത്ഥ്യമാകുക. മറ്റൊന്ന്, ഈ എണ്ണ വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഗണ്യമായി കുറയുന്നു എന്നതാണ്. ഇപ്പോൾ ബാരലിന് $80 എന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. നേരത്തെയൊക്കെ യുദ്ധത്തിൻ്റെ ഒരു പീക്ക് സ്റ്റേജിൽ അത് $110 വരെയൊക്കെ ഉയർന്നതാണ്. പക്ഷേ അതിപ്പോൾ $80 വരെ താഴ്ന്നിരിക്കുന്നു. ഏതാണ്ട് 4% ഇടിവാണ് ഓയിൽ വിലയിൽ ഉണ്ടായിരിക്കുന്നത്. ആ തരത്തിൽ ശുഭകരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇസ്രായേലും അമേരിക്കയും പക്ഷേ ഇവിടെ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ അത് പ്രകടമാവുകയും ചെയ്യുന്നുണ്ട്. അനുശ്രീ, ശരി, വി വിനോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടങ്ങാൻ ഇഡി. CMRL MD ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്തയെ ഇന്ന് ചോദ്യം ചെയ്യും. CMRLന്റെ അനധികൃത പണമിടപാടിൽ വിവരങ്ങൾ ചോദിച്ചറിയും. പിണറായി വിജയന്റെ മകൾ വീണ ടി ബുധനാഴ്ചയാണ് ഹാജരാകേണ്ടത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഇപ്പോൾ മാസപ്പടി കേസിൽ ചോദ്യം ചെയ്യൽ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഇഡി. ഈ അനധികൃത പണമിടപാടിലടക്കം കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? അനുശ്രീ, ഇന്നു മുതൽ ചോദ്യം ചെയ്യൽ കടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇതിനു വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പ് വളരെ വിപുലമായി ഇഡി നടത്തിയിരുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണ ടിയെ ചോദ്യം ചെയ്യാനടക്കമുള്ള നോട്ടീസ് നൽകുകയും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് കടന്നെങ്കിലും അവർ അവധി അപേക്ഷ നൽകുകയായിരുന്നു. പിന്നീട് ഇനിയുള്ള ഊഴം CMRL ഉദ്യോഗസ്ഥരുടേതായിരുന്നു. MD ശശിധരൻ കർത്ത അദ്ദേഹം അവധി അപേക്ഷ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഇനി ജോയിൻ്റ് MD ആയ അദ്ദേഹത്തിൻ്റെ മകൻ ശശിധരൻ കർത്തയുടെ മകൻ ശരണസ് കർത്തയുടെ ചോദ്യം ചെയ്യലായിരിക്കും ഈ ദിവസങ്ങളിൽ നടക്കുക. ഇന്ന് അദ്ദേഹത്തോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് 4ഓളം ഉയർന്ന ഉദ്യോഗസ്ഥർ CMRLലെ ഉയർന്ന ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഫിനാൻസ് വിഭാഗമെല്ലാം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരോടാണ് ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർ ഇന്നും നാളെയുമായിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകുകയും വേണം. ബുധനാഴ്ചയാണ് വീണയോട് ഹാജരാകാൻ രണ്ടാമത് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആദ്യ നോട്ടീസിന് മറുപടിയായിട്ടാണ് വീണ്ടും ഹാജരാകാനായിട്ട് 5 ദിവസങ്ങൾക്ക് ശേഷം ഹാജരാകാൻ ആവശ്യപ്പെടുകയും ബുധനാഴ്ച ഹാജരാകാനായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അവർ ഹാജരാകുമോ എന്ന കാര്യത്തിലേക്ക് ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം ഒരു 3 തവണയെങ്കിലും ഇത്തരം അവധി അപേക്ഷകൾ നൽകാൻ സാധ്യതയുള്ളതാണ്. ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് 3 തവണയെങ്കിലും നോട്ടീസ് നൽകാനുള്ളൊരു സാവകാശമെല്ലാം തന്നെയുണ്ട്. എന്തായാലും അത് ഹാജരാകുമോ എന്ന് വ്യക്തമല്ല. ഇതിപ്പോൾ ഈ 2 ദിവസങ്ങളിലായിട്ട് CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ ഏതാണ്ട് പൂർണ്ണമാവും. അതിനുശേഷമായിരിക്കും വീണ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ എത്തുക. ഈ ഇടപാടുകളിൽ കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ട്. ഈ മാസപ്പടി കേസ് പൂർണ്ണമായും കള്ളപ്പണ ഇടപാടാണ് എന്നൊരു നിഗമനത്തിലാണ് ED മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും സ്വാഭാവികമായും ഉദ്യോഗസ്ഥർക്കടക്കം നേരിടേണ്ടി വരിക. പ്രത്യേകിച്ച് CMRL ഉദ്യോഗസ്ഥർ തന്നെ എക്സാലോജിക്കിൽ നിന്ന് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമായിട്ടില്ല എന്ന രീതിയിലുള്ള മൊഴി നേരത്തെ മറ്റ് അന്വേഷണ ഏജൻസികൾക്കടക്കം നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സാങ്കത്യം? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഇവർക്ക് ബോധിപ്പിക്കാനുള്ളത്? ആ മൊഴിയുടെ ഒരു സാരാംശം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരണം തേടും. ഇവർക്ക് നൽകിയിരിക്കുന്ന തുക അത് ഏത് തരം സേവനങ്ങൾക്കാണ്, അതോ ഇവർ പറയുന്നത് പോലെ ഒരു കരാർ അടിസ്ഥാനത്തിൽ സേവനം നൽകി പോവുകയായിരുന്നു, അതിൽ ആ ഒരു കാലയളവിൽ ഇത് സേവനം നൽകിയാലും ഇല്ലെങ്കിലും പണം നൽകേണ്ടതാണ് എന്നതടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ ആ രീതിയിലാണോ കൈമാറിയിട്ടുള്ളത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് അറിയാവുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയും വിശദീകരണവും തേടും. എന്തായാലും ഈ ദിവസങ്ങളിൽ CMRL കേസിൽ, ഈ മാസപ്പടി കേസിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ചോദ്യം ചെയ്യലെല്ലാം വളരെ നിർണായകം തന്നെയാണ്. ശരി, ഡാനിപ്പോളാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, കോഴിക്കോട് നിപ്പ ബാധിച്ചയാളുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. പ്രതിരോധ മരുന്ന് നൽകി തുടങ്ങി. രോഗിയുമായി സമ്പർക്കം പുലർത്തിയ എല്ലാവരുടെയും ഫലം നെഗറ്റീവാണ്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ഇപ്പോൾ രോഗിയുമായി സമ്പർക്കം പുലർത്തിയ ആൾക്കാരുടെ ഫലം നെഗറ്റീവാണെന്നതൊരു ശുഭകരമായ വാർത്ത തന്നെയാണെങ്കിലും അവിടെ നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണോ നിലനിൽക്കുന്നത്? വലിയ ജാഗ്രത തന്നെ അനിവാര്യമായ ഒരു സാഹചര്യമാണ് എന്ന് ആരോഗ്യമന്ത്രി ഇന്നലെയും വ്യക്തമാക്കി. പക്ഷേ ഒരു ആശങ്കയുടെ ആവശ്യം ഈ ഘട്ടത്തിലില്ല. കാരണം രോഗത്തിന്റെ വ്യാപനം നടന്നിട്ടില്ല. ആദ്യ രോഗിയുടെ സാമ്പിൾ പോസിറ്റീവ് ആയതിനു ശേഷം ഒരാളുടെ സാമ്പിൾ പോലും പോസിറ്റീവ് ആകാത്ത ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹവുമായി ഏറ്റവും അടുത്തിടപഴകിയ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ഫലം നേരിട്ട് തന്നെ നെഗറ്റീവ് ആയിരുന്നു. ഇന്നലെ പരിശോധനയ്ക്ക് അയച്ച മുഴുവൻ സാമ്പിളുകളും ഇപ്പോൾ നെഗറ്റീവ് ഫലം തന്നെയാണ് ലഭിക്കുകയും ചെയ്തത്. അതുകൊണ്ട് മറ്റൊരാളിലേക്ക് പോലും ഈ രോഗബാധ എത്തിയിട്ടില്ല എന്നതാണ് ഏറെ ആശ്വാസം. ഒപ്പം 58ഓളം ആരോഗ്യ പ്രവർത്തകർക്ക് ഇദ്ദേഹത്തെ ആശുപത്രികളിൽ ചികിത്സിക്കുകയും മറ്റു വൈദ്യസഹായം ചെയ്യുകയും ചെയ്തപ്പോൾ ഹൈറിസ്ക് പട്ടികയിൽ വന്നിരുന്നു. അവർക്കും അവരുടെ പരിശോധനാ ഫലവും നെഗറ്റീവായി തന്നെ മാറിയിരുന്നു. പക്ഷെ പ്രാദേശിക തലത്തിലുള്ള ബോധവൽക്കരണ പരിപാടികളും മറ്റു പരിശോധനകളും ഒക്കെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മലയിടംതുരുത്ത് പരിയത്തുംകാവ് ഭൂമി തർക്കം അവസാനിപ്പിക്കാനുള്ള കരാർ ഇന്ന് വൈകിട്ട് 6-ന് എറണാകുളം കളക്ടറേറ്റിൽ വെച്ച് ഒപ്പിടും. 58 വർഷം മുൻപ് ഭൂവുടമ നൽകിയ കേസിന് പിന്നാലെയുണ്ടായ വലിയ തർക്കത്തിന് ഇന്നലെ നടന്ന സമവായ ചർച്ചയോടെയാണ് പ്രശ്ന പരിഹാരമായത്. പരിയത്തുകാവ് ഉന്നതിയിലെ കുടുംബങ്ങൾക്ക് അതേ ഭൂമിയിൽ തന്നെ 5 സെന്റ് വീതം സ്ഥലവും സർക്കാർ മേൽനോട്ടത്തിൽ സ്പോൺസർഷിപ്പിൽ വീടും വെച്ച് നൽകും. അവിടേക്ക് വഴി ഉറപ്പാക്കും. വീട് പണി തീരുന്നതുവരെ ഉന്നതിയിലെ താമസക്കാർക്ക് നിലവിലെ വീടുകളിൽ താമസിക്കാമെന്നുമാണ് സമവായ ധാരണ. ഡാനിപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങൾ. പരിയത്തുകാവിൽ ഇപ്പോൾ പ്രശ്ന പരിഹാരമുണ്ടായിരിക്കുന്നു. ഏകദേശം 58 വർഷം നീണ്ടുനിന്ന വലിയൊരു തർക്കത്തിന് പരിഹാരമാവുകയാണ് ഇന്ന് കളക്ട്രേറ്റിൽ വെച്ച് വൈകിട്ട് 6-ന് ഒപ്പിടുകയാണ് ഇതിൽ. ഡാനിപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, 58 വർഷം നീണ്ടുനിന്ന തർക്കം അതിനൊരു പരിഹാരമാവുകയാണ്. അവിടുത്തെ ആളുകൾക്ക് ഭൂവുടമ നൽകിയ കേസിന് പിന്നാലെയുണ്ടായ വലിയ തർക്കത്തിന് പരിഹാരമാകുന്നു. അവിടുത്തെ പരിയത്തുകാവ് ഉന്നതിയിലെ കുടുംബങ്ങൾക്ക് നീതി ലഭിച്ചുവെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ?
നിലവിൽ ആ രീതിയിൽ വിലയിരുത്താം. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവിടെ അധിവസിച്ച് പോരുകയാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവർ നേരിടുന്നൊരു പ്രധാനപ്പെട്ട ഭീഷണി എന്ന് പറയുന്നത് ഉടമ നേടിയെടുത്ത സ്ഥലമുടമയും കുടുംബവും നേടിയെടുത്ത ഒരു അനുകൂല വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന്. അതനുസരിച്ചുകൊണ്ട് ഏത് നിമിഷവും അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടാമെന്ന രീതിയിലേക്ക് പോകുന്നു. പലതവണ പോലീസ് നടപടികൾ ഉണ്ടാകുന്നു. ഒരു തവണ ലാത്തി ചാർജ് വരെ കഴിഞ്ഞ തവണ നേരിടേണ്ടി വന്നൊരവസ്ഥയിലേക്ക് സമരങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന രീതിയിലേക്കെല്ലാം തന്നെ വരികയും ചെയ്തു. അപ്പോഴാണ് സർക്കാർ അതിൻ്റെ തുടക്കത്തിൽ തന്നെ യു.ഡി.എഫ് സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് ഈ വിഷയം ഉയർന്നു വരികയും തുടർന്ന് മന്ത്രി റോജി എം ജോൺ ഇതിനുവേണ്ടി നിയോഗിക്കുകയും ചെയ്തു. ഏതായാലും ഒരു കാര്യത്തിൽ വളരെ ആശ്വാസകരമാണ്. സർക്കാർ തുടക്കത്തിൽ തന്നെ നേരിട്ട ആദ്യ വിഷയം തന്നെ പരിഹരിക്കാൻ കഴിയുന്നു. അതും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച ഒരു സമയക്ലിപ്തതയ്ക്ക് മുൻപായിട്ട് തന്നെ ഇത് തീർക്കാൻ കഴിഞ്ഞു എന്നത് വളരെ ആശ്വാസകരം തന്നെയാണ്. അതനുസരിച്ചുകൊണ്ട് അവിടെ ഉന്നതിയിലെ ആ കുടുംബങ്ങൾക്ക് 8 കുടുംബങ്ങൾക്ക് അവിടെ തന്നെ തുടരുന്നതിന് വേണ്ടി ആ പ്രദേശത്ത് തന്നെ 5 സെന്റ് ഭൂമി കണ്ടെത്തുകയും അവിടെ വീട് സർക്കാർ നിർമ്മിച്ചു നൽകുകയും ചെയ്യും. അത് പൂർത്തിയാകും വരെ അവർക്ക് ആ സ്ഥലത്ത് ഇപ്പോൾ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവർക്ക് തുടരുകയും ചെയ്യാം. ഒപ്പം തന്നെ അവിടുത്തെ മരങ്ങൾ മുറിക്കാൻ അവരുടെ ഇപ്പോൾ അധിവസിക്കുന്ന ഭൂമിയിൽ അവർക്ക് അവകാശപ്പെട്ടിടത്തെ മരങ്ങൾ മുറിക്കുന്നതിനടക്കമുള്ളൊരു അവകാശങ്ങൾ കൂടി അവർക്ക് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ജനങ്ങൾക്ക് അവിടെ താമസിക്കുന്നവർക്ക് അവരുടെ ഒരു അവകാശങ്ങൾ കുറേയെങ്കിലും ഉറപ്പാക്കാനായിട്ടെല്ലാം തന്നെ സാധിച്ചിട്ടുണ്ട് എന്നതാണ്. കുറേ നാളുകളായി തുടരുന്ന പ്രശ്നം. രാഷ്ട്രീയപരമായിട്ടും യു.ഡി.എഫിന് ഈ വിഷയം ഇതിൻ്റെ സങ്കീർണതകൾ പരിഹരിച്ചത് നേട്ടമാണ്. കഴിഞ്ഞ 10 വർഷമായി ഉണ്ടായിരുന്ന ഇടത് സർക്കാരിന് അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. തങ്ങളത് പരിഹരിച്ചു എന്നതെല്ലാം യു.ഡി.എഫ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. എന്തു വന്നാലും ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായ ഒരു നടപടിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് ഈ കരാറ് സംബന്ധിയായ കാര്യങ്ങളിൽ സ്ഥലമുടമ, ഒപ്പം തന്നെ അവിടെ അധിവസിക്കുന്നവർ, സ്ഥലം MLA തുടങ്ങിയവർ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ധാരണാപത്രത്തിലേക്കും എല്ലാം തന്നെ നീങ്ങും. ഇന്ന് വൈകിട്ട് ആ കരാർ ഔദ്യോഗികമായി നിലവിൽ വരും എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. വൈകിട്ട് 6-ന് ജില്ലാ കളക്ടറേറ്റിലാണ് യോഗം ചേരുക. ശരി, ഡാനി തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. വിവാദങ്ങൾക്കിടെ താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗം ഈ മാസം 21-ന് ചേരും. അമ്മ ഭരണസമിതിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച അൻസിബയ്ക്കെതിരെ ജനറൽ ബോഡി യോഗത്തിന് മുൻപ് നടപടികൾ ഉണ്ടായേക്കാം. അച്ചടക്ക നടപടികൾ ഉണ്ടായാൽ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. അതേസമയം ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതിയിൽ കടവന്ത്ര പോലീസിൻ നീന കുറുപ്പിന്റെ മൊഴി രേഖപ്പെടുത്തി. പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടപ്പനക്കുന്നിലിന്റെ മകൻ ശ്രീ കൈലാസിനെ അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചെന്ന വ്യാജ വിവരം ടിനി ടോം പ്രചരിപ്പിച്ചുവെന്നാണ് പരാതി. ഇതിൽ അൻസിബയ്ക്ക് അനുകൂലമായി ശ്രീ കൈലാസും മൊഴി നൽകിയിരുന്നു. അൻസിബ മതം മാറ്റത്തിന് ശ്രമിച്ചിട്ടില്ലെന്ന മൊഴിയാണ് ശ്രീ കൈലാസ് പോലീസിന് നൽകിയത്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, ഇപ്പോൾ അൻസിബയ്ക്ക് അനുകൂലമായ ഒരു മൊഴിയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഭാഗത്ത് നിന്നൊരു നടപടി ഇനി ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ? ഈ കേസിൽ ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള പ്രസ്താവനകളുടെ ഒരു യുദ്ധം തന്നെ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അമ്മയിലെ വിഷയങ്ങൾ സങ്കീർണമാകുന്നത് ഈ പരസ്യ പ്രസ്താവനകളിലേക്ക് അടക്കം പോകരുത് എന്ന അമ്മയുടെ ചില പെരുമാറ്റച്ചട്ടങ്ങളുണ്ട് താരസംഘടനയുടെ. അത് ലംഘിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അൻസിബയ്ക്ക് എതിരെ നിൽക്കുന്നത്. അൻസിബയാകട്ടെ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് അമ്മയുമായുള്ളൊരു വിഷയമല്ല, തൻ്റെ വ്യക്തിപരമായ കേസായിട്ട് ഇതിനെ കാണണം. ഇതിൽ ഏത് ബൈലോയാണ്, അമ്മയുടെ ഏത് നിയമാവലിയാണ് താൻ തെറ്റിച്ചതെന്നാണ് അൻസിബയുടെ ഒരു മറുചോദ്യമായിട്ട് വരുന്നത്. അമ്മ സംഘടനയാകട്ടെ ഇതിൽ നിലപാടെടുക്കുന്നത് ഇത് താരസംഘടനയടക്കം മറ്റ് താരങ്ങളെ അടക്കം വളരെ സംശയത്തിലേക്ക് കൊണ്ടുചെല്ലുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. ഒപ്പം തന്നെ സംഘടനയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായെന്നതടക്കമാണ് അൻസിബയുടെ പരാമർശത്തിലൂടെ പുറത്തു വരുന്നത്. ഇത് ഒരു തരത്തിൽ ഇരുട്ടാക്കലാണ്. താരസംഘടനയടക്കം വളരെയധികം അധിക്ഷേപിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭരണസമിതിയിൽ വലിയ രീതിയിലുള്ള അഴിമതിയും കാര്യങ്ങളും എല്ലാം നിലനിൽക്കുന്നു എന്ന രീതിയിലൊരു പ്രചാരണം പുറത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. അതെല്ലാം സംഭവിക്കുന്നത് ഈ അൻസിബയുടെ ഇത്തരം പ്രസ്താവനകളിലൂടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അൻസിബ നേരെ തിരിച്ചാണ് പറയുന്നത്. അത് വ്യക്തിപരമായ കാര്യത്തിലാണ് താൻ പരാതിയുമായി പോയിരിക്കുന്നത്. അതിൽ അമ്മയ്ക്ക് ഒരു കാര്യവുമില്ല, താരസംഘടനയ്ക്ക് ഇതിൽ ഒരു കാര്യവുമില്ല. അനാവശ്യമായാണ് അവർ അതിൽ ഇടപെടുന്നത്. തനിക്ക് നൽകിയിരിക്കുന്ന നോട്ടീസ് പോലും അനുചിതമാണ്, അതിൽ ന്യായീകരിക്കാനാവില്ല എന്നൊരു നിലപാടിലാണ് അൻസിബയും നിലനിൽക്കുന്നത്. എന്തായാലും ഈ മാസം 21-നാണ് താരസംഘടനയുടെ ജനറൽ ബോഡി ചേരുന്നത്. നിരവധിയായ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നു. അതിന് മുൻപായിട്ട് അമ്മയിൽ നിന്ന് ഏതെങ്കിലും രീതിയിലൊരു അച്ചടക്ക നടപടി അൻസിബയ്ക്കെതിരെ ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെയെങ്കിലും വിഷയങ്ങൾ കുറെ കൂടി സങ്കീർണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുൻപെങ്ങുമില്ലാത്ത സാഹചര്യത്തിൽ തന്നെയാണ് താരസംഘടനയുടെ യോഗം ഇക്കുറി ചേരുന്നത്. ശരി, ഡാനിപ്പോളാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.
മുൻ ആറന്മുള എംഎൽഎയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന എ പത്മകുമാറിനെതിരെ ഇന്ന് സിപിഎം നടപടിയെടുക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ സാഹചര്യത്തിലാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നടപടിയെടുക്കാനായി ഇന്ന് ചേരുന്നത്. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം വലിയ പ്രതിസന്ധി സിപിഎമ്മിന് സൃഷ്ടിച്ചിരുന്നു. നടപടിയെടുത്താൽ പത്മകുമാറിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന കാര്യം വളരെ നിർണായകമാണ്. ഇപ്പോൾ KSRTC സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ആളുകളൊക്കെ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ നിന്ന് VV അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ പൂർണ്ണമായി അവിടെ ആളുകളൊക്കെ എത്തിച്ചേർന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സ്ത്രീകളാണ് യാത്ര നയിക്കുന്നത് എന്ന് പറഞ്ഞു. അവരാണെന്ന് തോന്നുന്നു അല്ലേ ഫ്രെയിമിൽ കാണുന്നത്? അത് തന്നെ അനുശ്രീ. ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സഞ്ചരിക്കുന്ന ബസ് ഓടിക്കുന്ന ഷീല, പെരുമ്പാവൂർ ഡിപ്പോയിലെ ഡ്രൈവർ, അവർ ഇപ്പോൾ ലോഗ് ബുക്ക് ഏറ്റുവാങ്ങുകയാണ്. ചരിത്രപരമായ മുഹൂർത്തത്തിലേക്ക് പോവുകയാണ്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. എന്നെ മറന്നില്ലല്ലോ. ചേച്ചിയാണ് ആദ്യത്തെ ഡ്രൈവർ, KSRTC വനിതാ ഡ്രൈവർ ചേച്ചിയാണ് അല്ലേ? ഈ ചരിത്ര നിമിഷത്തിന്റെ ഭാഗമാകുമ്പോൾ എന്താണ് ചേച്ചിയുടെ ഭയങ്കര സന്തോഷം. PSC വഴി നിയമനം ലഭിച്ച ആദ്യ വനിതാ ഡ്രൈവർ. 2013. അതും ചരിത്രം, ഇതും ചരിത്രം. ഈ രംഗത്തേക്ക് വരുമ്പോൾ എന്താ നന്നത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? ആരുമില്ല, ചേച്ചിയാണ് ആദ്യത്തെ ഒരു PSC വഴി കിട്ടുന്ന ഒരു ഡ്രൈവർ. അപ്പൊ എങ്ങനെയാ നന്നത്തെ ഒരു? അല്ല, പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നാറൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇതിനോടുള്ള ഭയങ്കര ആഗ്രഹം കൊണ്ട് വന്നപ്പോ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര വർഷമായി? ഇപ്പൊ 13 വർഷമായി. 13 വർഷം കഴിയുമ്പോഴാണ് സ്ത്രീകൾക്ക് ഒരു സൗജന്യ യാത്ര വരുന്നത് ആദ്യമായിട്ട്. അത് എന്താണ് അതിലേക്ക് സെലക്ട് ചെയ്യാൻ കാരണം? എന്തായിരിക്കും ആദ്യത്തെ? അതൊക്കെ സാറുമാരുടെ തീരുമാനങ്ങളല്ലേ. ഞാൻ അതിന് അംഗീകരിക്കുന്നു എന്നല്ലാതെ എനിക്ക് അതിന് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളത് അംഗീകരിക്കണം. മുഖ്യമന്ത്രിയെ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ അതിനൊരു ടെൻഷനോ അല്ലെങ്കിൽ സന്തോഷം എന്താണുള്ള ആ ഒരു ഫീൽ? സന്തോഷമാണ് തോന്നുന്നത്. വലിയ ടെൻഷനൊന്നും തോന്നല, സന്തോഷം തോന്നുന്നുണ്ട്. മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ഉദ്യോഗസ്ഥരും എല്ലാവരും തിരക്ക് കൂടുമല്ലോ. ഇനി പ്രൈവറ്റ് ബസ്സിൽ ഇനി ആൾക്കാർ ഇങ്ങോട്ടേക്ക് കയറും, പണി കൂടുന്നില്ല. അല്ല, എനിക്ക് പണി കൂടില്ലല്ലോ. ഞാൻ ചെയ്ത പണി അന്നും ചെയ്യണ പണി ഇപ്പോഴും ചെയ്തോണ്ടിരിക്കും. തിരക്ക് കൂടി എനിക്ക് പ്രശ്നമില്ല. കണ്ടക്ടർമാർക്കല്ലേ പ്രശ്നം. കണ്ടക്ടർമാർക്ക് പ്രശ്നമാവും. ചിലപ്പോ ഉണ്ടാവുമായിരിക്കും. സന്തോഷത്തിലാണ്. വളരെ സന്തോഷം. സ്ത്രീകൾക്കൊക്കെ കുറച്ച് പൈസയൊക്കെ മിച്ചം പിടിക്കാനൊക്കെ പറ്റുമല്ലേ? കാരണം അത് സാധാരണ ജോലിക്കാരൊക്കെ 10,500 രൂപയൊക്കെ മാസം കൊടുക്കുന്നവർക്ക് പോലും അങ്ങനെ ഒരു കൊടുക്കില്ലേ ഈ തീരുമാനത്തിന്? നല്ല ഒരു തീരുമാനം കൂടിയാണ്. പിന്നെ നല്ലതുണ്ടെങ്കിൽ സാറുമാരുടെ തീരുമാനങ്ങൾ നല്ല ഒരു രീതിയിലേക്ക് ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ വരട്ടെ എന്ന് മാത്രം ഞാൻ. ചേച്ചി എങ്ങനെയാണ് ഈ ഡ്രൈവിംഗ് ഇതിലേക്ക് വരുന്നത്? എന്റെ ആങ്ങളമാർ രണ്ടുപേരും ഡ്രൈവർമാരായിരുന്നു. ആങ്ങളമാരാണ് എന്നെ പഠിപ്പിച്ചത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് അവിടെ കയറി. അയ്യപ്പൻ എന്നാണ് എന്റെ ആങ്ങളുടെ പേര്. സുബ്രഹ്മണ്യനില്ല, മരിച്ചുപോയി. പിന്നെ ചേച്ചിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. കാരണം 600 രൂപ മുതൽ ഇനി മാസം വെച്ച് പിടിക്കാൻ പറ്റും സ്ത്രീകൾക്ക്. അപ്പൊ അതെങ്ങനെയാണ് നോക്കി കാണുന്നത്? സന്തോഷത്തോടു കൂടിയാണ് ഞാൻ എല്ലാം നോക്കി കാണുന്നത്. പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയാൻ നമുക്ക് ഇതില്ലല്ലോ. എനിക്ക് ഇപ്പൊ സാറ് ചെയ്ത കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ വന്ന കാര്യങ്ങൾ സാറുമാർ തന്നെ നേരിടട്ടെ. ഞാൻ ആ ഡ്രൈവിംഗ് സീറ്റിലിരിക്കും, അവിടെ ഇരുന്ന് പിന്നെ പണി ചെയ്യും. അത്രേ ഉള്ളൂ. കോതമംഗലം, കോട്ടപ്പടി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കൊണ്ട് യാത്ര ചെയ്യാൻ പോകുന്നത് ആശംസ. താങ്ക് യു. അനുശ്രീ, ഇതാണ് ആദ്യമായി KSRTCയുടെ PSC പാനൽ വഴി ലിസ്റ്റിൽ വന്ന ജോലി നേടിയ KSRTC ഡ്രൈവറായി ജോലി നേടിയ വനിതയാണ് ഷീല. കോതമംഗലം സ്വദേശിയാണ്. അവർക്കാണ് ഈ ചരിത്ര മുഹൂർത്തത്തിലേക്ക് കൂടി അവർക്കാണ് കടക്കാൻ കഴിയുന്നത്. അവരാണ് ആദ്യമായി ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് ഒരു യാത്ര ആരംഭിക്കുമ്പോൾ അതിലേക്ക് ഉൾപ്പെടെ യാത്രക്കാരുമൊക്കെ ഇവിടെ ഉണ്ട്. ഈ സൗജന്യ യാത്ര ഇന്നു മുതലുണ്ട് ഓർഡിനറി ബസ്സുകൾ. അറിഞ്ഞായിരുന്നു? KSRTC സൗജന്യ യാത്രയുണ്ട് ഓർഡിനറി ബസ്. തമിഴ്നാട്. നിങ്ങൾക്ക് ഇവിടെ വന്ന യാത്ര സൗജന്യമായിട്ട് ചെയ്യാം, ഓർഡിനറി ബസ്സുകൾ. നല്ല തീരുമാനമല്ലേ? ഇവിടെ കേരളത്തിലാണോ സൗജന്യ യാത്ര? അറിഞ്ഞായിരുന്നു? എങ്ങനെ ഉണ്ടാവും ആ തീരുമാനം? ബസ്സിന് കിട്ടുന്ന പൈസ പഠിക്കുകയാണോ? ബസ്സിന് കൊടുക്കേണ്ട പൈസയൊക്കെ ഇനി ലാഭിക്കാം. ഞങ്ങൾക്ക് ഒരു ദിവസം തന്നെ 100 സംതിങ് രൂപ ആവാറുണ്ട്. 100 സംതിങ് രൂപ ആവാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോ തന്നെ.
അപ്പൊ ഇതെന്തായാലും നല്ല തീരുമാനം. ഓർഡിനറി ബസ്സുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നിങ്ങളുടെ വീട് എവിടെയാണ്? വീട് വിഴിഞ്ഞം. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ് ഉണ്ടല്ലോ. ബസ്സുണ്ട്. ആ സന്തോഷമാണ് യാത്രക്കാർക്കൊക്കെ ഉള്ളത്. ഏതായാലും സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര അനുവദിക്കുന്നു. ആ യാത്രയിൽ പങ്കെടുക്കാനും ഒക്കെ സ്വാഭാവികം ആളുകൾ ഉണ്ടാകും. അവർക്ക് പലർക്കും ദിവസം പല പൈസ എവിടെ പോകുന്നതാണ്? ഞാൻ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. കോൺഗ്രസ് പ്രവർത്തകയാണോ? അതെ, NG അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. വലിയൊരു വിപ്ലവകരമായ തീരുമാനം എന്ന് പറയാല്ലേ ശരിക്കും? വളരെ എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു തീരുമാനമാണ്. കാരണം ജോലി ഇല്ലാതെ ഇരിക്കുന്ന തന്നെ നിരവധി സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവര് ദിനംപ്രതിയുള്ള വാഹനയാത്രയ്ക്ക് വേണ്ടിയിട്ട് വീട്ടുകാരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ. അതുപോലെ തന്നെ വിദ്യാർത്ഥിനികളെ സംബന്ധിച്ച് എല്ലാം കൊണ്ടും ഈ UDF സർക്കാർ എടുത്ത തീരുമാനം വളരെ നല്ലൊരു തീരുമാനമാണ്. ഈ ഓർഡിനറി ബസ്സുകളിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ, അത് എല്ലാത്തിലേക്കും വരണ്ടേ? ഇത്രയും സാമ്പത്തിക സ്ഥിതി രൂക്ഷമായ കേരളത്തിന്റെ ഈ അവസ്ഥയിൽ സർക്കാർ ഈ തീരുമാനം എടുത്തത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. അത് പടിപടിയായിട്ട് 5 വർഷം കൊണ്ട് നടപ്പിലാക്കിയാൽ മതിയല്ലോ. ഇത് തന്നെ ഏറ്റവും സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. അതുതന്നെയാണ് ഏറ്റവും സ്വാഗതാർഹ തീരുമാനമാണ്. ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിനപ്പുറത്തേക്ക് സ്ത്രീകൾക്ക് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് യാത്ര ചെയ്യാൻ ഓർഡിനറി ബസ്സുകളിലെങ്കിലും സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഈ തീരുമാനത്തിന്റെ പ്രത്യേകത. ആ ഒരു സന്തോഷം തന്നെയാണ് പൊതുവിൽ സ്ത്രീകൾ പങ്കുവയ്ക്കുന്നതും. ഇവിടെ KSRTC ഈ ഡിപ്പോയുടെ തൊട്ട് മുന്നിലാകും ഉദ്ഘാടന ചടങ്ങ് നടക്കുക. അവിടെ നിന്നാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ യാത്രയുടെ ഭാഗമാകുന്നത് ഇവിടെ ഈ KSRTC ഡിപ്പോയുടെ മുൻവശം തയ്യാറാക്കിയ വേദിയിൽ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാകും. ഉദ്ഘാടന സമ്മേളനത്തിൽ വലിയൊരു ആൾക്കൂട്ടം പങ്കെടുക്കും. സ്വാഭാവികമായും കോൺഗ്രസിന്റെ UDFന്റെ വലിയൊരു പ്രഖ്യാപനമാണ്. അധികാരത്തിലെത്തി 1 മാസമാകുന്നതിന് മുമ്പ് തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. പലപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ ജനരേഖകളായി മാറുന്ന പ്രഖ്യാപനങ്ങൾ വാഗ്ദാനങ്ങളും ആ പേരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു നാട്ടിലാണ് ഇത്തരത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം അത് പറഞ്ഞ സമയത്ത് തന്നെ തുടക്കം കുറിക്കുന്നത്. പൂർണ്ണമായും അത് എല്ലാ ബസ്സുകളിലേക്കും ആയിട്ടില്ല എന്നുള്ളത് വസ്തു. എങ്കിൽ പോലും ഇത്രയെങ്കിലും ആയല്ലോ എന്ന ഒരു പൊതു വിലയിരുത്തൽ തന്നെയാണ്, സമീപനം തന്നെയാണ് ജനങ്ങൾക്കും സ്ത്രീകൾക്കുമൊക്കെ പൊതുവിലുള്ളത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന സ്റ്റേജിന്റെ ഭാഗത്താണ് നമ്മൾ ഉള്ളത്. അവിടെ ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ വന്നിട്ടുണ്ട്. സ്റ്റേജ് നമുക്ക് ഇവിടെ നിന്ന് കാണാം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്ന സ്റ്റേജ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെയാകും ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. അതിനുശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലേക്ക് ദർബാർ ഹാൾ വരെ യാത്ര ചെയ്യും. ഇന്നോട്ട് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ ബസ്സിന് സന്തോഷമുണ്ട്. കോടിക്കണക്കിന് സന്തോഷം. വീട് എവിടെ? വീട് നെല്ലമൂട്. അവിടെ നിന്ന് വരുമ്പോ എത്ര രൂപ സാധാരണ ഇങ്ങോട്ട് വരും? അവിടെ നിന്ന് എന്നെ ഇപ്പം താമസിക്കണ നേറ്റങ്കര. നേറ്റങ്കരയ്ക്ക് 20 രൂപ എന്റെ വീട്ടിന്റെ അടുത്തുനിന്ന് കയറണേന്. 20 രൂപ ലാഭിക്കാൻ തിരിച്ചു പോകണം. 20 ലാഭിക്കാം. 40 രൂപ ലാഭിക്കാം. 40 രൂപ. അത് ലാഭമുണ്ട്. കോടിക്കണക്കിന് സന്തോഷമുണ്ട് അറിഞ്ഞതില്. ജനങ്ങൾ അടിച്ചു മരിക്കാതിരുന്നാ മതി. കുറെ എണ്ണാതെ സംഘടിച്ചിരിക്കുകയാണ് സമരത്തിന് വരാനായിട്ട്. ആണുങ്ങള് അവർക്കും കൂടെ വേണമെന്ന്. അങ്ങനെ കൊടുക്കുവോ? കൊടുക്കാൻ തീരുമാനമല്ല. കോടിക്കണക്കിന് സന്തോഷമുണ്ട് സാറേ. അസൂയാണെന്ന് തോന്നുന്നു. അതാണ്. അസൂയക്ക് മരുന്നില്ലല്ല. തൊഴിലുറപ്പ് ഇല്ലെന്നാണ് പറയണത്. അത് വേണം. ഞങ്ങളെ പോലെയുള്ളവർക്ക് അതാണ് നേട്ടം. എവിടെ നിന്ന് വരുന്നതാണ്? എനിക്ക് കണ്ണുപോയി. ഞാൻ കണ്ണാശുപത്രി പോയിട്ട് വന്നതാണ്. എന്തായാലും പറയാ പരിപാടി പങ്കെടുക്കാതിരിക്കുകയാണ്. ഫ്രീ ആയിട്ട് ഈ പരിപാടി പങ്കെടുക്കാൻ വന്നായിരിക്കും അല്ലേ? KSRTC ബസ് യാത്ര ചെയ്യാറുണ്ടോ? അപ്പൊ ഇത് എനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് തോന്നി. കാരണം എന്താണ്, പഴയ കാലത്ത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്തെ എന്റെ വീട്ടിൽ 6 പെൺകുട്ടികളാണുള്ളത്. പഠിപ്പിക്കാൻ നിവർത്തിയില്ല. ഫീസെല്ലാം കൊടുക്കണ്ടല്ലോ. പക്ഷെ ബസ്സിന് എന്തുമാത്രം ബുദ്ധിമുട്ടെന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഇപ്പൊ ഒരു കാര്യം, ഇപ്പൊ ഈ തൊഴിൽ മേഖലയ്ക്ക് നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് പ്രയോജനം ചെയ്യും ലേഡീസിന്. അത് നിഷ്പക്ഷമായിട്ട് ഞാൻ പറയുന്നതാണ്. നമുക്ക് സ്കൂളിൽ പോകണം, നിവൃത്തിയില്ല. പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. ഇപ്പൊ അതിന്റെ ഒരുപാട് ബെനിഫിറ്റ് നേരത്തെ ചെയ്യേണ്ടായിരുന്നോ? 1957 ഇവിടെ ആദ്യമായിട്ട് കേരള മുഖ്യമന്ത്രി ആയതാ. അന്ന് മുതലേ ചെയ്യുന്ന സ്ത്രീകളൊക്കെ എവിടെ നിന്ന് എല്ലാം എത്തുമായിരുന്നോ? എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എനിക്കിപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ജോലിയായി. എല്ലാ ബസ്സുകളിലും വരണമെന്നുള്ള ആഗ്രഹം കൂടെ ഇല്ലേ സാറേ? അത് ആദ്യം തുടക്കം അങ്ങനെ മാട്ടെ. എന്നിട്ട് ഇപ്പൊ തന്നെ എത്ര 5125 അങ്ങനത്തെ കുറച്ച് ബസ്സല്ലേ ഉള്ളൂ. വരട്ടെ, ഗ്രാജുവലി വരട്ടെ. എന്റെ അഭിപ്രായമാണ് പറയണത്. ഈ പുരുഷന്മാരുടെ സംഘടന ഇന്ന് സമരം ചെയ്യുകയാണ്. അവർക്കും സൗജന്യമായിട്ട് വേണം. അങ്ങനെ വേണോ? ശരിക്കും പറഞ്ഞാൽ അവർക്കും കൂടി ഇത് അനുവദിക്കാൻ ഒരു കാര്യമാണ്. കാര്യം കുടുംബത്തെ കഷ്ടപ്പാടുകളെ കൂടുതൽ അറിയുന്ന പുരുഷന്മാരാണ്, സ്ത്രീകളല്ല.
അപ്പോഴിത് അവർക്കൂടെ അനുവദിക്കേണ്ട ഒരു ആവശ്യമാണ്. ശക്തമായി പ്രതികരിക്കുക ചെയ്യണം. അവരുടെ സമരം ന്യായമുള്ളതാണ്. ന്യായമുള്ളതാണ്, തീർച്ചയായിട്ടും ന്യായമുള്ളതാണ്. കാര്യം കുടുംബത്തെ കഷ്ടപ്പാടുകൾ കൂടുതൽ അറിയുന്നവരാണ്, സ്ത്രീകളല്ല. അപ്പോൾ അവർക്കൂടെ അനുവദിക്കേണ്ടതല്ലേ ഇത്? തീർച്ചയായിട്ടും അവർക്ക് അനുവദിക്കേണ്ടതാണ്. ആവശ്യമുണ്ട്, സമരം ആവശ്യമാണ്. ആ സമരത്തിനും പിന്തുണയാണ് അനുശ്രീ. അതായത് സ്ത്രീകൾക്ക് മാത്രം നൽകാനുള്ളതല്ല, സ്ത്രീകൾക്ക് നൽകുന്നതിൽ എതിർപ്പുമില്ല. പക്ഷെ പുരുഷന്മാർക്ക് കൂടി അത്ര ആവശ്യമുണ്ട് കേട്ടോ. പുരുഷന്മാർക്ക് സൗജന്യം വേണം, എല്ലാവർക്കും സൗജന്യം വേണം ആവശ്യമുണ്ട്. ഇപ്പോഴത്തെ സാമ്പത്തിക നില അനുസരിച്ച് കേരളത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കഴിയുന്നത് നമ്മൾ വി.ഡി. സതീശൻ സാർ ചെയ്യും. അത് ഉറപ്പ് അദ്ദേഹത്തിൽ നിന്നും ജനങ്ങൾക്കുണ്ട്. അദ്ദേഹമാണ് യഥാർത്ഥ കേരളത്തിലെ സഖാവ്. ജനങ്ങളെ സഹായിക്കുന്ന ആളാണ്. മനസ്സറിഞ്ഞ് കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ജനങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. അതാണ് ആ പ്രതികരണം. അത്തരത്തിൽ സ്ത്രീകൾക്ക് നൽകുന്നതിനൊപ്പം പുരുഷന്മാർക്കും നൽകണമെന്ന ആവശ്യമുണ്ട്. എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി തിരിച്ചറിയുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്യുന്നത് തന്നെ വലിയ തീരുമാനം. പുരുഷന്മാർക്ക് സൗജന്യ യാത്ര വേണോ? 60-500 ഞങ്ങൾക്കും വേണ്ടേ? ഞങ്ങൾ പ്രായം ചെന്നൊരു ബിരുദ വഴി വെറുതെ പഠിക്ക് പോകാൻ പറ്റുമോ? ഞങ്ങൾക്കും വേണ്ടേ? 60-500 നിർബന്ധമായിട്ടും വേണ്ടേ? സീനിയർ സിറ്റിസൺ വേണ്ടേ? 60-70 വയസ്സായവർക്ക് വേണ്ടേ? പിന്നെ എന്താ അവർക്ക് പണിയെടുക്കാൻ പോകാൻ പറ്റുമോ? എന്തിനാ പോവോ? ഈ പെൻഷൻ കിട്ടിയാൽ ജീവിക്കുന്നത്. സീനിയർ സിറ്റിസണായ ആൾക്കാർക്ക് ടിക്കറ്റെങ്കിലും കൺസെഷൻ ചെയ്ത് തരേണ്ടിയിരുന്നു. അത് വേണമെങ്കിൽ ഗവൺമെന്റ് വിചാരിച്ചാൽ നടക്കും. ഫുൾ ടിക്കറ്റ് വേണ്ട, ഹാഫ് ടിക്കറ്റെങ്കിലും വെക്കുകയാണ് സീനിയർ ആൾക്കാർക്ക്. അത് ഗവൺമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. സീനിയർ സിറ്റിസൺസിന് പരിഗണന വേണമെന്നുള്ളതാണ്. അതാണ് അതല്ല, ശരിക്കും അങ്ങനെ വേണോ അല്ലേ? സീനിയർ സിറ്റിസൺസിന് വേണം. 60 വയസ്സിന് കഴിഞ്ഞ് നമ്മളവർക്ക് വേറെ പണിയെടുക്കാനൊന്നും പോകാൻ പറ്റും, വരുമാനം ഇല്ലല്ലോ. അപ്പൊ ഈ പെൻഷൻ ഉദ്ദേശിച്ചാണ് ജീവിക്കുന്നത്. അതിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺസെഷൻ ടിക്കറ്റ് കിട്ടിയേ കൊള്ളായിരുന്നു. ഫുൾ വേണ്ട. ഈ വയോജന ക്ഷേമത്തിന് പുതിയ വകുപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി തന്നെ ഇപ്പൊ കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രിയുടെ അതിന് ആവശ്യം അത്ര ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ അത് തന്നെ. അപ്പോഴേക്കും 6 മാസമെങ്കിലും ആവും അത് വരാനായിട്ട്. അത് വേണമെന്നുള്ളതാണ് നമ്മള് ഡിമാൻഡ്. അതാണ്, അത്രയും ആവശ്യമുള്ളവരുമുണ്ട് അനുശ്രീ. ആവശ്യം തന്നെയല്ലേ? പിന്നെ വലിയ ആവശ്യം. പ്രായം ചെന്നവർക്ക് സുഖമില്ലാത്തവർക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മരുന്ന് മേടിക്കാനും പറ്റില്ല, ഒന്നിനും. ശരി, പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായുള്ള ഒരുക്കങ്ങളൊക്കെ തമ്പാനൂരിൽ അങ്ങനെ പൂർണ്ണമായിരിക്കുകയാണ്. വി അരുണാണ് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വേൾഡ് കപ്പ് വാർത്തകൾ. നമസ്കാരം. ലോകവിശേഷങ്ങളുമായി ഫുട്ബോളും ആരംഭിക്കുകയാണ്. ജർമ്മനിയുടെ ഗോൾ മഴയായിരുന്നു ഈ രാത്രിയിൽ. അത് കുഞ്ഞൻ രാജ്യമായിട്ടുള്ള കുറസോവയ്ക്കെതിരെയാണ്. പക്ഷേ തലയെടുപ്പോടുകൂടിയാണ് കുറസോവ തിരികെ കയറിയത്. കാരണം ആ വമ്പൻ ടീമായിട്ടുള്ള ജർമ്മനിക്കെതിരെ അവരൊരു ഗോൾ നേടി. കാരണം കുറസോവയ്ക്കെതിരെ വലിയ ജയമാണ് ജർമ്മനി സ്വന്തമാക്കിയത്. 1-നെതിരെ 7 ഗോളുകൾക്കാണ് ജർമ്മൻ ജയം. 6-ാം മിനിറ്റിൽ തന്നെ ജർമ്മനി സ്കോറിംഗിന് തുടക്കമിട്ടു. ഫെലിക്സ് മേച്ചയായിരുന്നു സ്കോറർ. ആദ്യ ഗോൾ 6-ാം മിനിറ്റിൽ വഴങ്ങിയെങ്കിലും 21-ാം മിനിറ്റിൽ ക്യുറസോവ ഗോൾ മടക്കി ജർമ്മനിയെ ഞെട്ടിച്ചു. ലിവാനോ കോമൻസിയ ആണ് ക്യുറസോവയ്ക്ക് വേണ്ടി ലോകകപ്പിലെ ആ രാജ്യത്തിന്റെ ആദ്യ ഗോൾ നേടിയത്. ക്യുറസോവയുടെ സന്തോഷത്തിന് പക്ഷേ അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. 38-ാം മിനിറ്റിൽ നിക്കോ ഷോൾട്ടർബക്ക് ജർമ്മനിയുടെ ലീഡ് വീണ്ടും ഉയർത്തി. ആദ്യ പകുതി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ പെനാൾട്ടിയിലൂടെ ഹാവേർട്സ് വീണ്ടും സ്കോർ ചെയ്തു. 47-ാം മിനിറ്റിൽ ജമാൽ മുസിയാല ജർമ്മനിയുടെ നേട്ടം 4ആക്കി. 68-ാം മിനിറ്റിൽ നഥാനിയൽ ബ്രൗണും 78-ാം മിനിറ്റിൽ ഡെന്നിസ് ഉൻഡാഫും 88-ാം മിനിറ്റിൽ രണ്ടാമത്തെ ഗോളുമായി ഹാവേർട്സും ജർമ്മൻ ഗോൾ പട്ടിക പൂർത്തിയാക്കി. വലിയ തോൽവി നേരിട്ടുവെങ്കിലും വിശ്വവേദിയിലെ ആദ്യ മത്സരത്തിൽ തന്നെ ഗോൾ നേടാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് ക്യുറസോവ. ഇനി ലോക ഫുട്ബോളിലെ ഗ്രൂപ്പ് എഫിൽ നെതർലൻഡ്സിനെ ജപ്പാൻ സമനിലയിൽ കളിച്ചു. അവസാന നിമിഷം വരെ ആവശ്യം നിറഞ്ഞ മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോൾ വീതമാണ് നേടിയത്. രണ്ടാം പകുതിയിലായിരുന്നു 4 ഗോളുകളും. 50-ാം മിനിറ്റിൽ ക്യാപ്റ്റൻ വാൻഡൈക്കിലൂടെ നെതർലൻഡ്സിൽ ലീഡ് നേടി. ഗ്രവർബാഷിന്റെ കിക്കാണ് ഹെഡ് ചെയ്ത് ക്യാപ്റ്റൻ ഗോളാക്കി മാറ്റിയത്. 7 മിനിറ്റിനുള്ളിൽ കെയ്റ്റോ നക്കാമുറ ജപ്പാന് വേണ്ടി സമനില കണ്ടെത്തി. 64-ാം മിനിറ്റിൽ ക്രിസെൻഷ്യോ സമ്മർവില്ലെ ഡച്ച് പടയെ വീണ്ടും മുന്നിലെത്തിച്ചു. 88-ാം മിനിറ്റിൽ ഡെയ്ച്ചി കമാഡയാണ് ജപ്പാന് വിലപ്പെട്ട 3 പോയിന്റുകൾ സമ്മാനിച്ച രണ്ടാമത്തെ ഗോൾ നേടിയത്. ഇനി ലോകകപ്പിലെ ഗ്രൂപ്പ് ഈ മത്സരത്തിൽ ഇക്വഡോറിനെ കീഴടക്കിയ ഐവറി കോസ്റ്റ്. എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു ഐവറി കോസ്റ്റിന്റെ ജയം. 89-ാം മിനിറ്റ് വരെ ഗോളില്ലാത്ത മത്സരത്തിൽ 90-ാം മിനിറ്റിലാണ് ആ ഗോൾ വന്നത്. അഹമ്മദ് ഡയാലോ ആണ് ലക്ഷ്യം കണ്ടത്. ലോകകപ്പിൽ ആദ്യമായിട്ടാണ് ഐവറി കോസ്റ്റ് ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെ പരാജയപ്പെടുത്തുന്നത്.
ഈ ലോക ഫുട്ബോൾ ആവേശത്തിന്റെ ഒരു വേറിട്ട കലാസൃഷ്ടിയുമായി എത്തിയിരിക്കുകയാണ് മൂവാറ്റുപുഴയിലെ നിർമ്മല കോളേജ്. സോഡാ കുപ്പിയുടെ അടപ്പുകളിൽ നിന്ന് മെസ്സിയെയും റൊണാൾഡോയെയും നെയ്മറേയും ഒക്കെ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ. ലോകകപ്പ് ആസ്വാദനത്തിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ വലിയൊരു സന്ദേശം കൂടി പങ്കുവയ്ക്കുകയാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ്. വേസ്റ്റ് ടു വണ്ടർ എന്ന ആശയം മുൻനിർത്തിയാണ് സോഡാ കുപ്പിയുടെ അടപ്പുകൾ ഉപയോഗിച്ച് ലോക ഫുട്ബോളിലെ വിസ്മയങ്ങളായ ലയണൽ മെസ്സി, നെയ്മർ, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരുടെ കൂറ്റൻ മുഖചിത്രങ്ങൾ കോളേജിൽ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. കോളേജിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിലാണ് ഈ മനോഹര ഇൻസ്റ്റലേഷൻ. 1000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഈ ഭീമൻ മോസൈക്ക് ചിത്രത്തിന് പിന്നിൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അജയ് വി ജോണിന്റെ ആശയമാണ്. കടുത്ത അർജന്റീന മെസ്സി ആരാധകനായ അജയ് 3 വർഷം മുൻപും മെസ്സിയുടെ ഒരു കൂറ്റൻ ചിത്രം ഇതേപോലെ ഒരുക്കി ശ്രദ്ധ നേടിയിരുന്നു. അവസാന ലോകകപ്പ് കളിക്കുന്ന ഇതിഹാസ താരങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു ആദരം നൽകണമെന്ന ആഗ്രഹമാണ് ഈ പുതിയ ആശയത്തിലേക്ക് അജയ് എത്തിച്ചത്. സോഡാ ഹൌസുകൾ, നിർമ്മാണ യൂണിറ്റുകൾ, കടകൾ, ബാറുകൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാമായി നീണ്ട 2 മാസക്കാലം കൊണ്ടാണ് 1,06,000-ഓളം സോഡാ ക്യാപ്പുകൾ ഇവർ ശേഖരിച്ചത്. ക്യാമ്പസിലെ അധ്യാപകരും 250-ഓളം വിദ്യാർത്ഥികളും ഇതിൽ കൈകോർത്തു. 1 മാസത്തോളം നീണ്ടുനിന്ന കഠിനാധ്വാനത്തിലൂടെയാണ് വിദ്യാർത്ഥികൾ ശേഖരിച്ച സോഡാ കുപ്പി അടപ്പുകൾ കൃത്യമായി ക്രമീകരിച്ചത്. ശേഖരിച്ച ഓരോ ക്യാപ്പുകളും പ്രത്യേകം ബോർഡുകളിലായി ഒട്ടിച്ച് അതിൽ പെയിന്റ് അടിച്ചാണ് താരങ്ങളുടെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ സൃഷ്ടിച്ചത്. സോഡാ കുപ്പിയുടെ അടപ്പുകൾ ശേഖരിക്കാനാണ് കൂടുതൽ സമയമെടുത്തത്. അടപ്പുകൾ ബോർഡുകളിൽ ഒട്ടിച്ച് ചിത്രം പൂർത്തിയാക്കുന്ന ജോലി 7 ദിവസം കൊണ്ട് തീർത്തുവെന്ന് അജയ് വി ജോൺ. ഞാൻ 2022 വേൾഡ് കപ്പിന് സമയത്ത് മെസ്സിയുടെ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പെയിൻറ്റിങ്, മോസൈക്ക് പെയിൻറ്റിങ് എന്നുള്ള രീതിയിൽ ഒരു പെയിൻറ്റിങ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു വർഷം, ആ വർഷം നമ്മൾ അർജൻറ്റീന കപ്പ് നേടുകയും ചെയ്തു. നമുക്കറിയാം ഈ ഒരു വേൾഡ് കപ്പ് നമ്മളുടെ മെസ്സിയുടെയും റൊണാൾഡോയുടെയും നെയ്മറിൻ്റെയൊക്കെ അവസാന വേൾഡ് കപ്പാണ്. അപ്പോൾ ഇത്തവണ അവർക്ക് എല്ലാവർക്കും ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ഒരു വെറൈറ്റി ആയിട്ടൊരു വലിയൊരു വർക്ക് ചെയ്യണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത്. വിദ്യാർത്ഥികളുടെ കൂട്ടായ പ്രയത്നത്തിന് കോളേജ് മാനേജ്മെന്റും പിന്തുണ നൽകി. ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായ മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ്. ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന ഈ സന്ദർഭത്തിൽ വേസ്റ്റ് ടു വണ്ടർ എന്ന വലിയൊരു ആശയവുമായി നിർമ്മല കോളേജ് മുൻപിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. അപ്പോൾ ലോകം ഒരു ഫുട്ബോളിലേക്ക് ഉറ്റുനോക്കുന്ന ഈ സന്ദർഭത്തിൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്ന വലിയ ആശയമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. വേസ്റ്റ് വണ്ടർ എന്ന വലിയ ആശയം നിർമ്മല കോളേജ് പൊതുസമൂഹത്തിന് മുമ്പിൽ വയ്ക്കുന്നതിന് കാരണം നമ്മൾ പുറന്തള്ളുന്ന മാലിന്യം അത് എത്രപ്രകാരം ഉപയോഗപ്രദമാക്കി മാറ്റാൻ പറ്റും എന്നതിൻ്റെ വലിയൊരു ഉത്തമമായ ഉദാഹരണമാണ് ഈ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഞങ്ങൾ നൽകുന്നത്. ലോകകപ്പ് കഴിയുന്നതുവരെ ഈ ഇൻസ്റ്റലേഷൻ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ പ്രദർശിപ്പിക്കും. ഈ അത്ഭുത കാഴ്ച കാണാൻ വിദ്യാർത്ഥികളും നാട്ടുകാരും കോളേജിലേക്ക് എത്തുന്നുണ്ട്. ന്യൂസ് 18 മൂവാറ്റുപുഴ. 600 അടിയിലേറെ നീളത്തിലുള്ള ഫ്ലെക്സുകളാണ് നിലമ്പൂർ എടക്കര മുണ്ടയിൽ അർജന്റീനൻ ആരാധകർ നിർമ്മിച്ചതെങ്കിൽ മഞ്ചേരി കിഴക്കേത്തലയിൽ ഉയർന്നിരിക്കുന്നത് മെസ്സിയുടെ 60 അടിയിലധികം ഉയരമുള്ള കട്ടൗട്ടാണ്. ബ്രസീൽ ആരാധകർക്ക് ഇതിലും ഉയരത്തിൽ കട്ടൗട്ട് വെക്കാൻ കഴിയില്ല എന്ന് ഇവർ വെല്ലുവിളിക്കുന്നുണ്ട്. ഫ്ലക്സുകളും കട്ടൗട്ടും ഒക്കെ നാടെങ്ങും ഉയരുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മഞ്ചേരിയിലാണ്. മഞ്ചേരിയിൽ 60 അടി ഉയരത്തിൽ മെസ്സിയുടെ വലിയൊരു കട്ടൗട്ട് സ്ഥാപിച്ചിരിക്കുകയാണ് ഇവിടെ അർജന്റീനയുടെ ആരാധകർ. നമുക്ക് ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കട്ടൗട്ടാണ് ഇവിടെ സ്ഥാപിച്ചുള്ളതെന്ന് ആരാധകരൊക്കെ പറയാം. നമ്മുടെ ഇപ്പോൾ അവർ ചേരുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ കട്ടൗട്ടാണോ നിങ്ങൾ സ്ഥാപിച്ചത്? അതെ അതെ, മഞ്ചേരിയിലെ ഏറ്റവും വലിയ കട്ടൗട്ട്. ഇത് 65 അടിയില്ലേ ഉറപ്പ്? എത്ര? 65. എത്ര ദിവസത്തെ പ്രയത്നം? ഇതൊരു 10-15 ദിവസം ആ ടൈമുള്ളൂ. കഴിഞ്ഞ കൊല്ലം വെച്ചിരുന്നോ കട്ടൗട്ട്? കഴിഞ്ഞ കൊല്ലം വെച്ചിരുന്നു. എത്ര അടിയുണ്ടായിരുന്നു? അത് ഇതിന്റെ ചെറുതായിരുന്നു. ഓപ്പോസിറ്റ് ആയിരുന്നു. ഇപ്പൊ ബ്രസീലുകാരെ വെച്ചിട്ടുണ്ടോ പകരം മത്സരത്തിന്? അറിയോ? ജസ്റ്റ് റോഡിലൂടെ അയഞ്ഞു പോണ സാധനം ആർക്കും വെക്കാം. ഇത് ആകാശത്തേക്കാ പൊന്തിക്കണേ. അത് നോക്കണം. അതെ, എയറിലാണ് കിടക്കണേ. റോഡിലൂടെ എത്രയും വെക്കാം ആർക്കും. മതിൽ പോലെ ആർക്കും കെട്ടാ. ഇത് ആകാശത്തേക്കാ പൊന്തിക്കണേ. അത് പൊന്തിക്കാനുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ വരാണ്. കെട്ടിപ്പൊക്കാൻ നല്ല പാടാണ്. ഇതിന് ഏറ്റവും നമ്മളിതിൽ പറയേണ്ട ആള് നമ്മളെ അൻസാറാണ്.
അൻസാർ ഖാൻ എന്ന് പറഞ്ഞ ആർട്ട് മീഡിയ, അയാളാണ് നമുക്കിത് സെറ്റാക്കി തന്നത്, ധൈര്യം തന്നതും. അതിനുശേഷമാണ് നമ്മളിതിൽ ഇറങ്ങിയതും. എത്ര പീസാക്കിയിട്ടാണ് ഇത് 6 പീസ്. കൈ കൂട്ടാ കൈ അടക്കം 8 പീസ് വരും. വലിയ കുറെ അധ്വാനം വന്നിട്ടുണ്ട്, നല്ല എക്സ്പെൻസും വന്നിട്ടുണ്ട്, സാമ്പത്തികമായിട്ടും വന്നിട്ടുണ്ട്. 40,000-ന് മുകളിൽ വന്നിട്ടുണ്ട്. എല്ലാവരും പിരിവിട്ടിട്ട് എല്ലാ മെമ്പർമാരും എല്ലാ ആരാധകരും ക്ലബിന്റെ ആണോ അർജന്റീൻ ഫാൻസ്? വേറെ എവിടെയെങ്കിലും വെക്കണ്ടോ മഞ്ചേരിയില്? ടൈമായില്ലേ, അതാണ്. എന്താണ് ഇപ്പൊ കട്ടൗട്ടൊക്കെ ഉഷാറായി? എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷകളൊക്കെ നിങ്ങളെ? അതാണ് ഇന്നലെ വെക്കേണ്ടായിരുന്നു, ഇന്നലെ മഴ പെയ്തുകൊണ്ട് വെക്കാൻ കഴിഞ്ഞില്ല. ഇത്തവണയും തൂക്കും, ഞാൻ അടുത്ത തവണയും തൂക്കും. ഏജൽ ഡിമരിയൊന്നും ഇല്ല തവണ. ടീമറി വേണ്ടല്ലോ, അതിന് അല്ലാത്ത എത്ര ആൾക്കാരുണ്ട് നമ്മൾ അർജന്റീനയില? പുതുമുഖ താരങ്ങൾ ഒരുപാടില്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മിനിമം സെമി എന്തായാലും കൺഫേം ആണ്. പിന്നെ അങ്ങോട്ട് പിന്നെ ടൈറ്റ് മത്സരങ്ങളാണല്ലോ. എന്തായാലും തീർച്ചയായിട്ടും പ്രാവശ്യം അർജന്റീന ഫൈനലിൽ ഉണ്ടാവും. നിലനിർത്തും ഞങ്ങൾ. വലിയ സ്ക്രീനൊക്കെ വെച്ച് കഴിഞ്ഞാൽ കളി കാണാൻ സ്ക്രീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. വലിയ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. 15 എല്ലാ കളി. അതിവിടെ എല്ലാവർക്കും ടിക്കറ്റും കാര്യങ്ങളും എല്ലാം നല്ല സ്റ്റാൻഡേർഡിൽ ഇരിക്കുക. കുഷനൊക്കെ വിരിച്ചിട്ട് നല്ല സെറ്റ് ആക്കിയിട്ട് 15 അടി പ്രോജക്ടുകൾ വെച്ചിട്ടുണ്ട്. ഫുട്ബോളിന്റെ പെരുന്നാൾ തുടങ്ങുകയാണ് അല്ലേ? തുടങ്ങി അതാണ് അർജന്റീന ആരാധകർ വലിയ ആവേശത്തിലാണ്. ഈ 60 അടി ഉയരത്തിനേക്കാൾ വലിയ കട്ടൗട്ട് വെക്കാൻ ബ്രസീലുകാർ വെല്ലുവിളിക്ക് കൂടിയുന്നുണ്ട്. എന്താണെങ്കിലും കപ്പ് നിലനിർത്തുന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയമില്ല. ഒരു വാമോസ് കൂടി പിടിച്ച് അവസാനിപ്പിക്കാം അല്ലേ? ഒരു വാമോസ് പിടിക്കണേ. അഖിലോട്ട് പറക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. എന്തായാലും ഇത്തരം യുദ്ധങ്ങൾ, ഫ്ലെക്സ് യുദ്ധങ്ങളൊക്കെ നാടെമ്പാടുമുണ്ട്, പലയിടങ്ങളിലുണ്ട്. ഈ കാഴ്ചകളൊക്കെ ഒരുപാട് വരുന്നുമുണ്ട്. നമുക്ക് ആ വിശേഷങ്ങളിലേക്കൊക്കെ എത്താം. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പരോളിൽ കാണാം. 8:30 പ്രിയദർശിനി പദ്ധതി പ്രകാരമുള്ള സൗജന്യ യാത്ര ഉദ്ഘാടനം അത് KSRTC ബസ്സുകളിൽ, ഓർഡിനറി ബസ്സുകളിൽ അത് മുഖ്യമന്ത്രി നിർവഹിക്കുന്നുണ്ട്. അതിൻ്റെ സംരക്ഷണം ഉണ്ടാവും 8:30. അപ്പോൾ അതിലേക്കൊക്കെ മടങ്ങിയെത്താം.